വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ആയിട്ട്. ഇത്തവണ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷനാണ് നമ്മൾ വീണ്ടും കളിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. സർവൈവലല്ല നമ്മൾ കളിക്കാൻ പോകുന്നത്, ക്രിയേറ്റീവ് ആൻഡ് ഡിഫിക്കൽറ്റി പീസ്ഫുൾ. ഇങ്ങനെയാണ് നമ്മളിത് കളിക്കാൻ പോകുന്നത്. പിന്നെ ചീറ്റ്സ് എല്ലാം അലൗഡാണ്. ഇങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് കളിച്ചു പോകാൻ പോകും. ടെംപ്ലേറ്റ്സും എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചാലും പിന്നെന്താ ഡി മൈൻക്രാഫ്റ്റ് ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ കയറി. അന്ന് ഞാൻ സ്പോണായ ഏതോ ഒരു ഗുഹയുടെ ഉണ്ടെങ്കിൽ അന്നില്ല ആദ്യം തന്നെ ക്രിയേറ്റീവായി ഞാൻ സ്പോൺ ചെയ്തു. പേൽക്കാർട്ടിനുണ്ട് പുതിയ അപ്ഡേറ്റ് വന്ന് സർവൈവലായില്ല. നമുക്ക് ക്രിയേറ്റ് ചെയ്താലോ? മഷ്റൂം മൈനിൽ കളിക്കാം. ചുമ്മാ രസം ഇരിക്കട്ടെ. മോഡൽ ടെസ്റ്റ് ഒന്നും വേണ്ട. കോർഡിനേഷൻ ഡിസ്പ്ലേയും കിടക്കട്ടെ. ചീറ്റ്സ് ആദ്യം തന്നെ ഓൺ. ആൻഡ് ആൾവേസ്റ്റ് വേണ്ട. കീപ്പ് ഇൻവെൻട്രി വേണം. മോക്ക് സ്പോണിങ് വേണം. അല്ല, അത് നോക്കിയിട്ടേക്കാം. വിതർ സൈക്കിൾ വേണ്ട. കമാൻഡ് ബ്ലോക്ക് വേണം. മൈൻക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ ഫീച്ചേഴ്സോ എഡ്യൂക്കേഷൻ ഐറ്റംസ് ലൈക്ക് കെമിസ്ട്രി കിറ്റ്. കെമിസ്ട്രി കിടക്കട്ടെ. എക്സ്പീരിമെൻ്റ് റിസോഴ്സ് പാക്കിൽ ഒന്നുമില്ലല്ലോ. എന്തായാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളത് അയ്യോ അല്ല, ഇത്രയുള്ളത് നമ്മൾ ക്രിയേറ്റിംഗ് ആയില്ല, കുറച്ചുകൂടെ ഉണ്ട്. വേൾഡ് നെയിം എന്താ കൊടുക്കണം? ക്രിയേറ്റീവ്. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത മറ്റേ മഷ്റൂം ഐലൻഡ് അല്ലേ? ഞാൻ ഇങ്ങനെ ഇവിടെ സ്പോണായ ഇതേ സ്ഥലം മഷ്റൂം ഐലൻഡ്. അപ്പോൾ വേറെ ഏതോ ഐലൻഡിൽ കൊണ്ടു വിട്ടത് തന്നെ. അവിടെ മറ്റേ സ്പ്രൂസിൻ്റെ ഇല്ല മഞ്ഞുമലയുണ്ട്. പക്ഷെ ഇത് ഈടക്കൊക്കെ നല്ല പ്ലേസ്. ഇത് അപ്പുറത്ത് എന്ത് ഇവിടെ ഫുള്ള് സ്റ്റോണിൻ്റെ ഇങ്ങനെ ഐലൻഡ്. അതെന്തോ ഇവിടെ ഏതാണ്ട് വന്ന് കടിച്ചെടുത്ത ഇവിടെ. ഇതൊന്നും വേൾഡ് ഇങ്ങനെ ഉണ്ടായിട്ടേ. ഗുഹ ഇന്ന് ബക്കറ്റ് അമർത്തി വെച്ച മലയാണ്. അടിയിലോട്ടും ഉണ്ടായിരുന്ന കറക്റ്റ് ബക്കറ്റ് എന്ന് പറയായിരുന്നു. എന്തുവാണ് മറ്റേ സുധിയുടെ ബക്കറ്റ് മല സീരീസ് ഇല്ലേ? അല്ല, ജാവ എഡിഷൻ്റെ ലെറ്റ്സ് പ്ലേ. പക്ഷെ ഇതിനകത്തൊന്നും ബേസ് വെക്കാൻ പറ്റത്തില്ല. അതിനകത്ത് അടിയിലൂടെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ചെറുതായിട്ട് കൊള്ളാമല്ലോ. ഇതൊരു ജനറേഷൻ. ഇതൊക്കെ നോക്ക്, ഞാണ്ട് ഒന്ന് കടിച്ചെടുത്ത പോലെ ഉണ്ട് ഇവിടെ. ഇത്ര മാത്രം നീണ്ടു വയ്ക്കുന്നു ഇവിടെ എന്താ സ്ക്വയറിൽ ഇങ്ങനെ ഇല്ല. ഇത് കൊള്ളാമല്ലോ. ഇതെന്താ സീഡാ? കോമഡി സീഡാ. അങ്ങോട്ടും എല്ലാം പോയി മഷ്റൂം ഐലൻഡ് കിട്ടും. ഞാൻ മഷ്റൂം ഐലൻഡ് ആയിരുന്നു വിചാരിച്ചത്. എന്നാ ഒരു മഷ്റൂം. അയ്യോ, ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകണ്ടേ? എല്ലാം പോയടാ. തുടക്കം എന്തെങ്കിലും കിട്ടി. സ്ഥലത്തിൻ്റെ കോർഡിനേറ്ററും എടുത്തോണ്ട് പോവാം. ഇല്ലെങ്കിൽ പോവും, എല്ലാം പോവും. ഇങ്ങോട്ട് നിന്നിട്ടെ 148 103 148 ഓർത്ത് പിടിച്ചോളാം. മഷ്റൂം ഐലൻഡ് കിട്ടി. അതാണ് എൻ്റെ പ്ലേസ്. ഞാൻ ഇപ്പം പഴയ കോർഡിനേറ്റ്സ് ഒക്കെ മറന്നു കേട്ടോ. എടാ, മഷ്റൂം ഐലൻഡ് കിട്ടി. നേരെ വന്നാൽ മതിയായിരുന്നു. ഞാൻ സത്യമായിട്ടും എനിക്ക് സീഡ് അറിഞ്ഞൂടെ. ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. പക്ഷെ ഇവിടെ വെള്ളത്തിനെന്താ ഇങ്ങനെ മാറ്റം? ഇത് കണ്ടോ നിങ്ങൾ? ഇത് മഷ്റൂം ഐലൻഡാണ് കേട്ടോ. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മഷ്റൂം ഐലൻഡിൽ കയറി. ഇങ്ങോട്ടാണ് സാധാ. ആ ഒരു കളറുണ്ട് വെള്ളത്തിന്. ഇവിടെ മേളിൽ വെച്ച് മാറുന്നുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. ഈ രണ്ട് കണ്ടോ? ഈ ഒരു ഭാഗത്ത് വേറെ കളർ, ഈ ഭാഗത്ത് വേറെ. വെള്ളം കണ്ടോ? രണ്ട് വേറെ കളറായി. ഇവിടെ ഇത്ര നീലയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത് ഈ ഒരു മഷ്റൂം ഐലൻഡ് കളറിലോട്ടോ. എന്ത് സുഖമായി ഇവിടെയൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഷ്റൂം ഐലൻഡ് കാണുന്നത് തന്നെ. ആ സീഡ് ചുമ്മാ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ആ സീഡിൽ നേരെ ഇങ്ങനെ മുന്നോട്ട് വന്ന് തപ്പി എന്താണെന്നറിയോ? ആദ്യം തന്നെ മറ്റേ ഇതാണെങ്കിൽ ഞാൻ ഓഷ്യൻ മോണുമെൻ്റ് എടുത്തിട്ടുണ്ട്. മോണുമെൻറ്റിനകത്ത് നമ്മൾ നേരെ ഒരാൾ കടലിൻ്റെ അറ്റത്ത് സ്പോണായി. അതിൽ നേരെ നടന്നു പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് മോണുമെൻ്റ് കിട്ടി. ചുമ്മാ നടന്നു പോയപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് അങ്ങനെ നോക്കിയത്. അത് കിട്ടുകയും ചെയ്തു. കൊള്ളാം. ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് വീഡിയോ ഇതാ ഒരു റിവ്യൂം പോകുന്നുണ്ട്. ചേച്ചി റിവ്യൂൻ വെള്ളമൊന്നുമില്ല.
ഈ റിവ്യൂനാക്കിയല്ലോ നമ്മുടെ ബേസ്. ഇതങ്ങ് അടയ്ക്കാം നമുക്ക്. ഈ വലിയ കേവ് നമുക്ക് അങ്ങ് അടയ്ക്കാം. എന്നിട്ട് ഈ റിവ്യൂ ബേസ് ആക്കാം. ഓക്കെ ഇവിടെ ഞാൻ കൊരുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാം. ഈ ബസ് സെറ്റാക്കാം. ആദ്യം ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. നമ്മൾ ക്രിയേറ്റീവ് മോഡ് ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് പിന്നെ കാണാൻ നിൽക്കും. ഇത് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ക്രിയേറ്റ് അല്ല, ക്രിയേറ്റീവ് മോഡ്. ഇനി നമുക്കിങ്ങനെ വീടുകളൊക്കെ പണിഞ്ഞ് വരാം. ഇപ്പോൾ ആ മേളിലിരിക്കുന്ന വീടുണ്ടോ അതേപോലെ ഇനിയും നമുക്ക് ഇവിടെയൊക്കെ ഓരോന്ന് പണിയാം. വീടായിട്ടല്ലെങ്കിലും എന്തായിട്ടായാലും. അപ്പോൾ ഇതിലുള്ള എപ്പിസോഡ് എല്ലാവർക്കും ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.